Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. Today also the Lord is going to do something big, something new in your life. ഇന്നും കർത്താവ് വളരെ വലിയതെന്തോ മനോഹരമായതെന്തോ ചെയ്യാൻ പോകുകയാണ്. I have a few comments received here. എനിക്ക് ചില കമന്റുകൾ കിട്ടിയിട്ടുണ്ട്. This is from Elizabeth John. ഇത് എലിസബത്ത് ജോണിൽ നിന്നാണ്. Thank you, Pastor, for the wonderful series on fatherhood of God. പിതാവിന്റെ പിതൃത്വം എന്ന സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചതിന് പ്രത്യേകമായി നന്ദി പാസ്റ്റർ. He has been my eternal, almighty, all-powerful father since I lost my father in 1996. 1996 എൻ്റെ ഭൗതിക പിതാവ് എനിക്ക് നഷ്ടമായെങ്കിലും ഇപ്പോൾ സർവശക്തനായ പിതാവായിട്ട് ഈ പിതാവ് മാറിയിരിക്കുകയാണ്. Praise God. Thank you once again. പ്രൈസ് ഗോഡ്. ഒരിക്കൽ കൂടെ നന്ദി. Thank you so much, Elizabeth John, for the wonderful comment. ഈ മനോഹരമായ കമന്റിനായി എലിസബത്ത് ജോൺ പ്രത്യേകമായി നന്ദി. The next is from Minis Korea, USA. അടുത്തത് മിനീസ് കറിയ USA നിന്നാണ്. Brother, my 8-year-old daughter today told me that she wants to spread God's word whenever she gets a chance. ഇന്ന് എൻ്റെ 8 വയസ്സ് പ്രായമുള്ള മകൾ എന്നോട് പറഞ്ഞു അവൾക്ക് എപ്പോഴൊക്കെ ഒരു ചാൻസ് കിട്ടിയാലും അവൾ സുവിശേഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. Please pray for her. Please pray for her prayers to come true. അവളുടെ ഈ പ്രാർത്ഥന സത്യമായി തീരാൻ വേണ്ടി ദയവായി അവൾക്കായി പ്രാർത്ഥിക്കുക. She watches Morning Glory and takes notes. അവൾ മോർണിംഗ് ഗ്ലോറി കാണുകയും നോട്ട്സ് എഴുതിയെടുക്കുകയും ചെയ്യുന്നു. Proud mother I am today because of Morning Glory. ഇപ്പോൾ മോർണിംഗ് ഗ്ലോറി നിമിത്തം ഞാനൊരു അഭിമാനമുള്ള അമ്മയായി തീർന്നിരിക്കുകയാണ്. This is a really touching comment. ഇതൊരു നല്ല ഹൃദയസ്പർശിയായ കമന്റാണ്. An 8-year-old daughter, a girl, is regularly watching Morning Glory and taking down notes. 8 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി എല്ലാ ദിവസവും മോർണിംഗ് ഗ്ലോറി കണ്ട് നോട്ട്സ് എഴുതിയെടുക്കുന്നു എന്ന് പറയുന്നത്. And the mother is very proud of അത് that. മാത്രമല്ല അമ്മ ഇന്നിപ്പോൾ വളരെ അഭിമാനിയുമായിരിക്കുന്നു. Why? Because there are changes in the child's life. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കുട്ടിയുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നിമിത്തമായിട്ടാണ്. She's not saying she wants to become this or that. She wants to spread the gospel, God's word. അവൾ അതും ഇതൊക്കെ ആവണം എന്നല്ല ഇപ്പോൾ ആഗ്രഹിക്കുന്ന, മറിച്ച് ദൈവത്തിന്റെ അസുവിശേഷം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കണം എന്നുള്ളതാണ് അവൾ ആഗ്രഹിക്കുന്നത്. Thank you for all the comments. എല്ലാ കമന്റ്സിനും പ്രത്യേകമായി നന്ദി. All right, let's pray for the sponsors. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ലിൻസി ജോയ് ആണ് ആദ്യത്തെ. Thank you so much, Lindsay. OET എക്സാം പാസ്സായി, അതിന്റെ നന്ദി സൂചകമായിട്ടാണ്. Oh, wonderful and congratulations. കർത്താവെ, കുടുംബമായി UK-യിൽ സെറ്റിൽ ആകുവാനുള്ള വഴി തുറക്കുവാനും ദൈവത്തോട് അടുത്ത് നിന്ന് ജീവിക്കുവാനുള്ള കൃപയുണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടുത്തത് ഒരു വെൽവിഷറാണ് അടുത്ത നമ്മുടെ സ്പോൺസർ എന്നുള്ളത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവം നൽകിയ നന്മകൾക്കായി നന്ദി പറയുന്നു. NET എക്സാം പാസ്സാകുവാൻ, വീടിനടുത്ത് ജോലി ലഭിക്കുവാൻ, ദൈവഹിത പ്രകാരം വിവാഹം നടക്കുവാൻ, കുടുംബം ആത്മീയമായും സാമ്പത്തികമായും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അടുത്തത് മാവേലിക്കരയിൽ നിന്ന് മനീഷ ബാലുകൃഷ്ണയാണ് അടുത്ത നമ്മുടെ സ്പോൺസർ. കർത്താവെ, മനീഷയുടെയും കുഞ്ഞിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ദീർഘായുസിനും ആരോഗ്യത്തിനും രോഗസൗഖ്യത്തിനുമായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. മനീഷയുടെ ശ്വാസമുട്ടലും ബുദ്ധിമുട്ടുകളും സൗഖ്യമാകുവാൻ, കുടുംബാംഗങ്ങളുടെ മേൽ ആത്മീയവും ഭൗതികമായ നന്മകളും ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്നുകൂടി ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much once again, all sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. Let us worship the Lord. നമുക്ക് ഒരുമിച്ച് ചേർത്ത് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നിത്യരാജനാം മശിഹയാണ്. He is the everlasting God. ഹേ ജാവേദ യേശു മസീഹ. ഒരുമിച്ച് ചേർന്ന് ഹിന്ദിയിൽ ഒരു പാട്ട് നമുക്ക് പാടാം. ഹേ ജാവേദ യേശു മസീഹ, ഹേ ജാവേദ യേശു മസീഹ, ഹേ ജാവേദ യേശു മസീഹ, ഹേ ജാവേദ യേശു മസീഹ. കൈകൾ ചേർത്തടിച്ച് ചേർന്ന് പാടാം. ഹേ ജാവേദ, ഹേ ജാവേദ യേശു മസീഹ, ഹേ ജാവേദ യേശു മസീഹ, ഹേ ജാവേദ യേശു മസീഹ, ഹേ ജാവേദ യേശു മസീഹ. तू अव्वल है, तू अव्वल और तू आखिर है,
इस दिल का तू बादशाह है. യേശു ആദിനും അന്ത്യനുമാണ്. तू अव्वल और तू आखिर है. इस दिल का तू बादशाह है. നമ്മുടെ ഹൃദയത്തിന്റെ രാജാവ്. ഓ तू अव्वल और तू आखिर है. इस दिल का तू बादशाह. तू अव्वल और तू आखिर है. इस दिल का तू बादशाह है. हे जावेदा यीशु मसीहा. हे जावेदा यीशु मसीहा. ओ हे जावेदा यीशु मसीहा. हे जावेदा यीशु मसीहा. Thank you Jesus. हे जावेदा यीशु मसीहा. हे जावेदा यीशु मसीहा. ओ हे जावेदा यीशु मसीहा. हे जावेदा यीशु मसीहा. Hallelujah, 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 hallelujah. संग मिल गाए hallelujah, संग मिल गाए hallelujah, 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 hallelujah. संग मिल गाए hallelujah, संग मिल गाए. चल बड़ा hallelujah. സംഗമിൽ എല്ലാവരും ചേർന്ന് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സംഗമിൽ ഗായ് ഹല്ലേലൂയ. ഹേ ജാവേദാ യേശു മസീഹ. ഹേ ജാവേദാ യേശു മസീഹ. ഓ ഹേ ജാവേദാ യേശു മസീഹ. ഹേ ജാവേദാ യേശു മസീഹ. ഹേ ജാവേദാ യേശു മസീഹ. हे जावेदा यीशु मसीहा. ओ हे जावेदा यीशु मसीहा. हे जावेदा ആദ്യനും നീയേ. ആദ്യനും നീയേ അന്ത്യനും നീയേ. ആദ്യനും നീയേ അന്ത്യനും നീയേ. എൻ ഹൃദയത്തിൻ രാജനും നീയേ. എൻ ഹൃദയത്തിൻ രാജനും. ചേർന്ന് പാടാം. ആദ്യനും നീയേ. ആദ്യനും നീയേ അന്ത്യനും നീയേ. ഹൃദയത്തിൻ ഹൃദയത്തിൻ രാജനും നീയേ. ഹൃദയത്തിൻ രാജനും നീയേ. ഓ ആദ്യനും നീയേ അന്ത്യനും നീയേ. ഹൃദയത്തിൻ രാജനും നീയേ. ആദ്യനും നീയേ അന്ത്യനും നീയേ. ഹൃദയത്തിൻ രാജനും നീയേ. നിത്യരാജനാം മശിഹ വാഴുന്നു യേശു മശിഹ. ഓ നിത്യരാജനാം മശിഹ വാഴുന്നു യേശു മശിഹ. വാഴുന്നു നിത്യരാജനാം മശിഹ. ഹല്ലേലൂയ വാഴുന്നു യേശു മശിഹ. ഓ നിത്യരാജനാം മശിഹ വാഴുന്നു യേശു മശിഹ. ഹേ ജാവേദാ യേശു മശിഹ. हे जावेदा यीशु मसीहा. ओ हे जावेदा यीशु मसीहा. हे जावेदा हे जावेदा हे जावेदा. ശബ്ദമുയർത്തിരുവേലിയ hallelujah to the everlasting God. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥനയോടെ 7 ദിനങ്ങൾ കാൽവറി ക്രൂശോളം നാഥനേറ്റ യാഗത്തെയും 3-ാം നാളിലെ ഉയർപ്പിനെയും ഓർക്കുന്ന ഈ പാഷൻ വീക്കിൽ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു 7 days ഫാസ്റ്റിംഗ് പ്രയർ. അന്ത്യകാല ഉണർവിൽ ആർക്കും കൂച്ചുവിലങ്ങിടുവാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിനെ ബന്ധിക്കുവാൻ കഴിയാതെ, അപ്പാർട്ട്മെന്റുകളിൽ, ഹോസ്റ്റലുകളിൽ, കൂട്ടങ്ങളിൽ, കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്റെ പ്രവർത്തനം ഞാൻ നിർത്തിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന ദിവസങ്ങളാണ്. മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെ അഭിഷേക നിറവിൻ്റെ ഈ ദിനങ്ങളിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാരും വർഷിപ്പ് ലീഡേഴ്സും നമ്മോടൊപ്പം ചേരുന്നു. ഈ പ്രാർത്ഥനയുടെ തത്സമയ സംരക്ഷണം എല്ലാ ദിവസവും രാത്രി 7 മുതൽ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുകളിൽ ലഭ്യമാണ്. പ്രാപിക്കാം പ്രാർത്ഥനയോടെ വിടുതലും ദൈവിക അനുഗ്രഹങ്ങളും.
Blessing Today 7-day fasting prayer. Today I'm going to talk about the Father's embrace. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന പിതാവിന്റെ ആലിംഗനത്തെ കുറിച്ചാണ്. I think a few years ago I preached about this in detail. It should be on YouTube. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ യൂട്യൂബിൽ കാണും. But I'm going to give you a short form of this message. ആ സന്ദേശത്തിന്റെ ഒരു കൊച്ചു രൂപമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. The Father's embrace. പിതാവിന്റെ ആലിംഗനം. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? Generally, a hug, an embrace means a lot. സാധാരണ ഒരു ആലിംഗനത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. Because if it is a healthy hug, it has a lot of positive physical and psychological impact on people. അത് ഒരു ശരിയായ വിധത്തിലുള്ള ഒരു ആലിംഗനമാണെങ്കിൽ അതിനകത്തൂടെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും വൈകാര്യ തലങ്ങളിൽ തൊടുന്നതുമായ ഒത്തിരി വ്യത്യാസങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. These days, this is a little sensitive topic because we are living in the days of social distancing. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു സബ്ജക്റ്റ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന ഒരു കാര്യം പാലിക്കേണ്ട സമയമാണ് ഈ സമയം. Don't hug anybody now. അതുകൊണ്ട് ഇപ്പോൾ ആരെയും നിങ്ങൾ ആലിംഗനം ചെയ്യേണ്ട ആവശ്യമില്ല. Or you can keep a social distance and hug. അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യുക. All right. Generally speaking, hugging reduces blood pressure. സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ഹഗ്ഗിങ് അഥവാ ആലിംഗനം ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്നു. Hugging relaxes muscles and release tension in the body. അത് മാത്രമല്ല ആലിംഗനം സാധാരണ മസിൽസിനെ റിലാക്സേഷൻ കൊടുത്തിട്ട് ശരീരത്തിന് വിശ്രാമം നൽകുന്നു. And hugging can lighten up your stressed out moods. അത് മാത്രമല്ല നിങ്ങളുടെ സംഘർഷബാധിതമായിട്ടുള്ള നിങ്ങളുടെ മനസ്സുകൾക്ക് ആ സംഘർഷത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനുള്ള ഒരു പ്രയോഗമായി മാറുന്നു ആലിംഗനം എന്നുള്ളത്. And hugs can have healing power also. It can heal loneliness, it can heal isolation, it can heal anger. അത് മാത്രമല്ല ആലിംഗനത്തിന് ഒരു ഔഷധമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് ഒറ്റപ്പെടലിൽ നിന്ന് അതുപോലെ തന്നെ ദേഷ്യത്തിൽ നിന്ന് ഒക്കെ വിടുവിക്കുവാനായിട്ട് സാധിക്കും. Hugging can build trust and a sense of safety. അത് മാത്രമല്ല ആലിംഗനത്തിന് ആശ്രയത്വവും അതുപോലെ തന്നെ സുരക്ഷിതത്വവും നൽകുവാൻ സാധിക്കും. Hugs can strengthen the immune system. അത് മാത്രമല്ല ആലിംഗനത്തിന് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആരോഗ്യപരമായിട്ട് നിങ്ങളെ ശക്തീകരിക്കാൻ സാധിക്കും. Hugs teaches a person how to give and how to take. എങ്ങനെയാണ് കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു ആലിംഗനത്തിന് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും. The exchange that takes place between two people hugging is an investment into that relationship. ഓർക്കുക, രണ്ട് വ്യക്തികൾ തമ്മിൽ ആലിംഗനം ചെയ്യുമ്പോൾ അവിടെ ഒരു നിക്ഷേപമാണ് സംഭവിക്കുന്നത്. Hugging can boost self-esteem. അതുപോലെ തന്നെ ആലിംഗനത്തിന് നിങ്ങളെക്കുറിച്ചുള്ളതല്ല മതിപ്പിനെ വർദ്ധിപ്പിക്കുന്നു. Hugging can be an expression of love and affirmation. അപ്പോൾ തന്നെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് ആലിംഗനം എന്നുള്ളത്. Now, from the time we are born, we receive a lot of touches and huggings from the dear ones, especially our parents, siblings. നാം വളർന്നു വന്ന ആ കാലഘട്ടം മുതൽ നാം നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി പേരുടെ സ്പർശനങ്ങളും ആലിംഗനങ്ങളും, അതായത് നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ബന്ധുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ നമുക്ക് സ്പർശനം ലഭിച്ചിട്ടുണ്ട്. And all these huggings and physical touch, they are embedded in our nervous system. ഈ ഓരോ ആലിംഗനവും ഈ സ്പർശനവുമെല്ലാം നമ്മുടെ ഈ നാഡീ വ്യവസ്ഥയ്ക്കകത്ത് അത് സ്ഥിരമായി നിൽക്കുകയാണ്. One day, on a given day, dad and mom hug the child a lot of times, numerous times. ഒരു ദിവസം ഒരു കുഞ്ഞിന്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ പലവട്ടം ആലിംഗനം ചെയ്യുന്നു. Younger the child, it needs more hugs. കുഞ്ഞ് ചെറുതാകുമ്പോൾ ആ കുഞ്ഞിന് കൂടുതൽ ആലിംഗനത്തിന്റെ ആവശ്യമുണ്ട്. And here one thing I want to emphasize is that a father's hug, a father's embrace is
a very significant one. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പിതാവിന്റെ ആലിംഗനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. When a father hugs, it means a lot. ഒരു പിതാവ് ആലിംഗനം ചെയ്യുമ്പോൾ അതിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. I still remember years ago, after a blessing festival, I was going to the car. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഞാനിങ്ങനെ കാറിലിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. A girl ran to me and asked, "Uncle, would you give me a hug?" ആ പെൺകുട്ടി ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്കൊരു എന്നെ ഒന്ന് ആലിംഗനം ചെയ്യാമോ? I found out later that her father had passed away. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവളുടെ പിതാവ് മരിച്ചു പോയിരുന്നു. So she was actually desiring for a hug from a father figure. അവൾ സത്യത്തിൽ ഒരു പിതാവിൽ നിന്നുള്ള ആലിംഗനത്തിന് വേണ്ടി അവൾ ആഗ്രഹിക്കുകയായിരുന്നു. Now, can you just think about a hug from the Heavenly Father? സ്വർഗീയ പിതാവിൽ നിന്ന് ഒരു ആലിംഗനം ലഭിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. I will come to that, but before that I want to give some scripture portions. ഞാൻ അതിലേക്ക് വരും, എന്നാൽ അതിനു മുന്നമേ ചില വേദവചനങ്ങൾ നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Genesis 29 verse number 13. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വചനം. As soon as Laban heard the news about Jacob, his sister's son, he hurried to meet him. He embraced him and kissed him and brought him to his house. And there Jacob told him all these things. ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. So what is happening here? ഇവിടെ എന്താണ് സംഭവിച്ചത്? An uncle is embracing a nephew. ഇപ്പോൾ അവിടെ അങ്കിൾ തന്റെ പൗത്രനെ ആലിംഗനം ചെയ്തിരിക്കുകയാണ്. And he is embracing to welcome that young man to his house. ഇപ്പോൾ ആ ചെറുപ്പക്കാരനെ അങ്കിൾ അമ്മാവൻ ചുംബിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. Maybe in some cultures they shake hands. ചില സംസ്കാരത്തിൽ കൈ കുലുക്കുക അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് ആണ്. In some cultures they may have different gestures. എന്നാൽ ചില സംസ്കാരങ്ങളിൽ മറ്റ് ചില രീതികളിലാണ് വെൽക്കം ചെയ്യുന്നത്. But here in the Eastern culture, the Laban, the uncle, embraced Jacob. എന്നാൽ ഇവിടെ ഈ ഒരു കിഴക്കൻ സംസ്കാരത്തിൽ അവർ സംഭവിച്ചിരിക്കുന്നത് അങ്കിൾ വന്ന് അവനെ ആലിംഗനം ചെയ്തിരിക്കുകയാണ്. Now Genesis 33 ഇനിയിപ്പോൾ ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം verse number 4. അതിന്റെ 4-ാമത്തെ വചനം. But Esau ran to meet Jacob and embraced him. He threw his arms around his neck and kissed him, and they wept. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു, രണ്ടുപേരും കരഞ്ഞു. Now this is the same Jacob. On another occasion, he is having an encounter with his own twin brother. ഇവിടെ ഇതേ യാക്കോബ് തന്നെ എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ തൻ്റെ ഇരട്ട സഹോദരനുമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണിത്. And they were enemies for long years. ഒത്തിരി വർഷങ്ങളായിട്ട് ഇവർ രണ്ടുപേരും ശത്രുതയിലായിരുന്നു. They are coming together right now. ഇപ്പോൾ ഇവർ ഒരുമിച്ച് അടുത്ത് വന്നിരിക്കുകയാണ്. And Esau ran to meet Jacob and embraced him. ഇവിടെ ഇപ്പോൾ ഏശാവ് ഓടി വന്നിട്ട് യാക്കോബിനെ കെട്ടിപ്പുണർന്ന് ചുംബിച്ചു. Here this embrace shows two things. ഈ ആലിംഗനം രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത്. Reconciliation and restoration. അവിടെ നിരപ്പിനെയും യഥാസ്ഥാനത്തെപ്പെടുത്തലിനെയുമാണ് ഇത് കാണിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. So embrace can mean welcoming a person. It can mean reconciliation between two people and restoration of a relationship, etc. അതുകൊണ്ട് ഒരു ആലിംഗനം എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയെ സ്വാഗതം ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു വ്യക്തിയുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും എല്ലാം തന്നെ ആലിംഗനം കാണിക്കുന്നു. Coming to Genesis 45. ഇനിയിപ്പോൾ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിലേക്ക് വന്നാലും and verse number 14. അതിൻ്റെ 14-ാമത്തെ വചനം. Then he threw his arms around his brother Benjamin and wept, and Benjamin embraced him, weeping. അവൻ തൻ്റെ അനുജൻ ബെന്യാമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ബെന്യാമിൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. These are two brothers, Joseph and Benjamin. ഇവിടെ ഇപ്പോൾ രണ്ട് സഹോദരന്മാരെ കാണാം, യോസഫും ബെന്യാമിനും. Both of them are embracing each other. They are standing in embrace. ഇപ്പോൾ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. And this shows a reunion.
ഇത് കാണിക്കുന്നത് സമാഗമനത്തെയാണ്. Because for many years they couldn't see each other. കാരണം അനേക വർഷങ്ങളായിട്ട് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാനേ സാധിച്ചിട്ടില്ല. This is a time of a reunion, overwhelming reunion. ഇത് ഇപ്പോൾ പരസ്പരം ഒരുമിച്ച് ചേരുവാനുള്ള ഒരു പുനഃസമാഗമനത്തിലുള്ള സമയമാണ്. Coming to chapter 48. ഇനിയിപ്പോൾ 48-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Verse number 10. അതിന്റെ 10-ാമത്തെ വചനം. Now Israel's eyes were failing because of old age, and he could hardly see. So Joseph brought his sons close to him, and his father kissed them and embraced them. എന്നാൽ ഇസ്രായേലിന്റെ കണ്ണ് വയസ്സ് കൊണ്ട് മങ്ങി കാണുവാൻ വഹിയാതിരുന്നു. അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. Now this is grandfather embracing the grandchildren. ഇതിപ്പോൾ വയസ്സ് ചെന്ന അപ്പൂപ്പൻ ഇതാ തന്റെ കൊച്ചുമക്കളെ ചുംബിക്കുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. Now this is to pass on blessings to generations. ഇത് തലമുറകളിലേക്ക് അനുഗ്രഹങ്ങളെ കൈമാറ്റം ചെയ്യുന്നതാണ്. So I gave you different scenarios and different meanings of hugging. ഇവിടെ ഞാൻ വ്യത്യസ്തമായ ആലിംഗനത്തെക്കുറിച്ചുള്ള പശ്ചാത്തലങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. Luke chapter 15, you have the prodigal son's parable. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് മുടിയനായ പുത്രന്റെ ഒരു ഉപമ കാണാൻ സാധിക്കും. If you go from verse 11 to 24, അതിന്റെ 11 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ the father is coming to embrace the prodigal son who is coming back to the house. തന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന പുത്രനെ ഇപ്പോൾ പിതാവ് കെട്ടിപ്പുണരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. We are going to read verse number 19. ഇനി അതിന്റെ 19-ാമത്തെ വചനമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. I am no longer worthy to be called your son. Make me like one of your hired men. So, verse number 20, he got up and went to his father. But while he was still a long way off, his father saw him and was filled with compassion for him. He ran to his son, threw his arms around him and kissed him. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. The father is embracing the son here. ഇവിടെ ഇപ്പോൾ പിതാവ് പുത്രനെ ആലിംഗനം The ചെയ്യുന്നു. son had gone away from the house, away from the father. പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവനായിരുന്നു, അകന്നു പോയവനായിരുന്നു പുത്രൻ. He was lost and he had lost everything. താൻ നഷ്ടപ്പെട്ട പുത്രനായിരുന്നു. അത് മാത്രമല്ല തനിക്കുള്ളതും തനിക്ക് And നഷ്ടപ്പെട്ടു. he is coming back battered, shattered, lost everything as a pauper and bankrupt. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തീർന്ന് പാപ്പരായിട്ടാണ് ഇപ്പോൾ ഇവൻ മടങ്ങി വന്നിരിക്കുന്നത്. But the father, rich in mercy, rich in everything, the father figure in the parable, he is embracing the son. എന്നാൽ ഈ ഒരു ഉപമയിലെ കരുണാസമ്പന്നനായിരിക്കുന്ന പിതാവ് മടങ്ങി ചെന്നപ്പോൾ അവനെ കെട്ടിപ്പുണർന്നു ആലിംഗനം ചെയ്തു. Now this is the picture of the heavenly father embracing each and every one of us when we come back to him in repentance, losing everything in life in a shattered form, in a bad shape. ഇത് കാണിക്കുന്നത് പാപത്തിൽ അടിമപ്പെട്ടുകൊണ്ട് പാപത്തിൽ ജീവിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഓരോ വ്യക്തികളും മാനസാന്തരത്തിലൂടെ മടങ്ങി വരുമ്പോൾ സ്വീകരിക്കുന്ന ഒരു സ്വർഗീയ പിതാവിന്റെ ചിത്രീകരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Amen. Amen. Jesus is not telling stories, just stories to us. യേശു കർത്താവ് വെറും കഥകളല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. He is relating all these things to the kingdom of heaven. സ്വർഗത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവൻ കഥകളിലൂടെ പറഞ്ഞിരിക്കുന്നത്. So the first activity the father did was embracing the lost son. ഇവിടെ പിതാവ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പ്രവൃത്തി എന്നുള്ളത് പുത്രനെ ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ്. But after that one embrace, what happened? ആ ഒരൊറ്റ ആലിംഗനത്തിന് ശേഷം എന്ത് സംഭവിച്ചു? Verse number 22. But the father said to his servants, quick, bring the best robe and put it on him. Put a ring on his finger and sandals on his feet. Bring the fattened calf and kill it. Let's have a feast and celebrate.
അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ, നാം തിന്ന് ആനന്ദിക്കും. So what is happening here? എന്താണ് ഇവിടെ സംഭവിച്ചത്? One embrace restored everything. ഒരൊറ്റ ആലിംഗനം സകലത്തെയും മടക്കി In വരുത്തിയിരിക്കുകയാണ്. one embrace, the Father welcomed the Son. ഒറ്റ ആലിംഗനത്താൽ പിതാവ് പുത്രനെ In സ്വീകരിച്ചിരിക്കുന്നു. one embrace, there was a reconciliation. ഒരൊറ്റ ആലിംഗനത്തിൽ അവിടെ ഒരു നിരപ്പ് In സംഭവിച്ചിരിക്കുന്നു. one embrace, there was a restoration. ഒരൊറ്റ ആലിംഗനത്തിൽ അവിടെ ഒരു യഥാസ്ഥാനപ്പെടുത്തുന്ന One embrace started a celebration. ഒരു ഒറ്റ ആലിംഗനം ഒരു വലിയ ആഘോഷത്തിന് തിരിതെളിക്കും. One embrace started a series of blessings. ഒരൊറ്റ ആലിംഗനം ഒരു അനുഗ്രഹത്തിന്റെ പരമ്പരയ്ക്ക് This വഴിയൊരുക്കിയിരിക്കുന്നു. is what is happening when a sinner prays, Lord, forgive me, I'm coming back to you, I have sinned against you. ഇവിടെയാണ് ഒരു പാപിയായിട്ടുള്ള വ്യക്തി, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. That time the Heavenly Father will run to that sinner and will embrace that sinner, and from there celebration starts. Showers of blessings will start. ഓർക്കുക, അവിടെയാണ് ഒരു പാപിയുടെ ആ പ്രാർത്ഥനയുടെ കരച്ചിലിന് മുന്നിൽ സ്വർഗീയ പിതാവ് അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പുണർന്ന് അവിടെ ആഘോഷം തുടങ്ങുകയാണ്. Hallelujah. ഹല്ലേലൂയ. This can happen in your life also. നിങ്ങളുടെ ജീവിതത്തിലും ഇത് സംഭവിക്കും. If you are living away from God, this is the right time to come back to Him. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ദൈവത്തോട് അടുക്കുവാനുള്ള ഏറ്റവും പറ്റിയ സമയമാണ്. One embrace from the Heavenly Father will restore everything. സ്വർഗീയ പിതാവിൽ നിന്നുള്ള ഒറ്റ ആലിംഗനം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം യഥാസ്ഥാനത്തിലാക്കി. Hallelujah. ഹല്ലേലൂയ. I'm going to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ If you want to come back to the Father, pray this prayer after me. സ്വർഗീയ പിതാവിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. Father, I am sorry I have lived away from you. പിതാവേ, ഞാൻ അങ്ങയോട് സോറി പറയുന്നു, ഞാൻ അങ്ങയിൽ നിന്ന് അകന്ന് ജീവിച്ചു, I want to come back to you. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരുന്നു. I'm sorry for all my mischievous life. എൻ്റെ ജീവിതം നശീകരണ രീതിയിൽ മുന്നോട്ട് പോയതിൽ ഞാനിപ്പോൾ അങ്ങയോട് മാപ്പ് Thank you ചോദിക്കുന്നു. for accepting me, Lord. കർത്താവേ, എന്നെ സ്വീകരിച്ചതിനായി നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. Now I'm going to pray for the sick people. ഞാനിപ്പോൾ രോഗികൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ Also, I'm പോവുകയാണ്. going to pray for people in different needs. അതുപോലെ തന്നെ വ്യത്യസ്തമായ ആവശ്യങ്ങളുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. And in the name of Jesus, Father, I pray that you may heal everyone who is sick. കർത്താവെ, ഇപ്പോൾ വിവിധ ആവശ്യങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി, അതുപോലെ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. I pray that you may heal migraine headaches. ഇപ്പോൾ മൈഗ്രെയിൻ തലവേദനകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Piles be healed in Jesus' name. പൈൽസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Back pain be healed in Jesus' name. പുറം വേദന ഇപ്പോൾ സൗഖ്യമാകട്ടെ In the mighty name of Jesus. യേശുവിന്റെ There നാമത്തിൽ. is a person, your muscles are shrinking and the Lord is restoring that right now. ഒരു വ്യക്തി അവരുടെ മസിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന അസുഖമാണ്, പക്ഷെ കർത്താവ് ഇപ്പോൾ ആ വ്യക്തിയെ And സൗഖ്യമാക്കുന്നു. some men are coming out of alcoholism. അതുമാത്രമല്ല, ചില പുരുഷന്മാർ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരികയാണ്. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. I request all of you to stretch forth your hands towards the screen right now. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ സ്ക്രീനിലേക്ക് നീട്ടി പ്രാർത്ഥിക്കാമോ? Father, Lord, touch them right now. പിതാവേ, ഇപ്പോൾ അങ്ങ് ഇവരെ തൊടണമേ. Release them, Lord. കർത്താവെ, ഇവരെ അങ്ങ് സ്വതന്ത്രമാക്കണമേ. Deliver them, Father. കർത്താവെ, അങ്ങ് ഇവരെ വിടുവിക്കണമേ. Whatever they need, release it right now. കർത്താവെ, എന്താണ് നിങ്ങളുടെ ആവശ്യമെങ്കിലും ഇപ്പോൾ ഇവരെ സ്വതന്ത്രമാക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. Call in the prayer line to convey your prayer requests. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനായിട്ട് ഇപ്പോൾ പ്രയർ ലൈനിൽ വിളിക്കുക. And you can also send text messages and audio messages to Blessing Today WhatsApp number. ഇത് മാത്രമല്ല, ടെക്സ്റ്റ് മെസ്സേജുകളും ഓഡിയോ മെസ്സേജുകളും ബ്ലെസ്സിംഗ് ടുഡേ വാട്സാപ്പിൽ ദയവായി അയക്കുക. If you are blessed by these episodes, you can sponsor or become a partner of Blessing Today. ഈ എപ്പിസോഡുകൾ നിമിത്തമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പോൺസേഴ്സായിട്ടും പാർട്ട്നേഴ്സായിട്ടും മാറാൻ സാധിക്കും. And tomorrow we have 2 services. നാളെ നമുക്ക് 2 8 ആരാധനയോഗങ്ങൾ. o'clock we'll have English service. 8 മണിക്ക് ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്. 10 o'clock we have English Malayalam അപ്പോൾ service. തന്നെ 10 മണിക്ക് ഇംഗ്ലീഷ് മലയാളം സർവീസ്. And Monday we will continue with these episodes. അതുപോലെ തിങ്കളാഴ്ച വീണ്ടും ഈ എപ്പിസോഡ് നമ്മൾ തുടരുന്നതാണ്. God bless you all. Bye-bye. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ. ജാവേദ യേശു മസിഹ
हे जावेदा यीशु मसीहा, ओहो हे जावेदा यीशु मसीहा, हे जावेदा यीशु मसीहा, हे जावेदा यीशु मसीहा, हे जावेदा यीशु मसीहा, ओहो हे जावेदा यीशु मसीहा, हे जावेदा यीशु मसीहा. ആദ്യനും നീയേ അന്ത്യനും നീയേ, ആദ്യനും നീയേ അന്ത്യനും നീയേ, എൻ ഹൃദയത്തിൻ രാജനും നീയേ, എൻ ഹൃദയത്തിൻ രാജനും. ചേർന്ന് പാടാം. ആദ്യനും നീയേ, ആദ്യനും നീയേ അന്ത്യനും നീയേ, ആദ്യനും നീയേ എൻ ഹൃദയത്തിൻ, എൻ ഹൃദയത്തിൻ രാജനും നീയേ, എൻ ഹൃദയത്തിൻ രാജനും നീയേ. ഓ ആദ്യനും നീയേ അന്ത്യനും നീയേ, എൻ ഹൃദയത്തിൻ രാജനും നീയേ, ആദ്യനും നീയേ അന്ത്യനും നീയേ, എൻ ഹൃദയത്തിൻ രാജനും നീയേ. നിത്യരാജനാം മശിഹ വാഴുന്നു യേശു മശിഹ, ഓഹോ നിത്യരാജനാം മശിഹ വാഴുന്നു യേശു യേശു വാഴുന്നു നിത്യരാജനാം മശിഹ, ഹല്ലേലൂയ വാഴുന്നു യേശു മശിഹ, ഓഹോ നിത്യരാജനാം മശിഹ വാഴുന്നു യേശു മശിഹ, ഹേ ജാവേദാ യേശു മശിഹ, हे जावेदा यीशु मसीहा, ओहो हे जावेदा यीशु मसीहा, हे जावेदा हे जावेदा हे जावेदा. शब्द मुर्दिर वेलिया, hallelujah to the everlasting God.